മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, കഷ്ടപ്പെടുന്ന ചില മനുഷ്യർക്ക് ചിരിയുണ്ടാകില്ല. ചിരിയുള്ള ചില മനുഷ്യർക്ക് കഷ്ടപ്പാടുണ്ടാവില്ല. കഷ്ടത്തിലും ചിരിക്കുന്ന ചില മനുഷ്യർക്ക് തോൽവിയുണ്ടാകില്ല. ഭക്തരെ, ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഭഗവാന്റെ തീരുമാനങ്ങളാണ്. അതിൽ പിഴവുകൾ സംഭവിക്കില്ല, തീർച്ച. ഭക്തരെ, ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസം ഇല്ലാത്തത് അവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. ഭക്തരെ, നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചയും നഷ്ടങ്ങളും നിങ്ങളെ വിവേകശാലികളാക്കുന്നു. ഭക്തരെ, നിങ്ങൾക്ക് ജയിക്കാൻ സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്കാവശ്യം കഴിവുള്ള ഒരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. ഭക്തരെ, നിങ്ങളുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രമേ മറ്റുള്ളവരോട് പറയാവൂ. ഭക്തരെ, മുഖങ്ങൾക്കിടയിലുള്ള മുഖംമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ്. അപമാനിച്ചവരെ കൊണ്ട് തന്നെ അഭിമാനം എന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് അടിച്ചമർത്തിയവർക്ക് മുന്നിൽ അതിഗംഭീരമായി തല ഉയർത്തി നിൽക്കണം. കൈയോങ്ങി വന്നവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കണം. കുറ്റങ്ങളും കുറവുകളുമില്ലാത്ത മനുഷ്യരില്ല. സന്തോഷം സങ്കടവുമില്ലാത്ത മനുഷ്യരുമില്ല. ഭക്തരെ, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ എല്ലാവർക്കും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട ആവശ്യവുമില്ല. ഭക്തരെ, ജീവിതത്തിൽ ഒന്നിനും അധികം കാത്തിരിക്കരുത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ ജീവിതം കടന്നു പോകും. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നിങ്ങൾ ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നിങ്ങൾക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ. ഭക്തരെ, ഏത് അവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളുടെ സന്തോഷത്തെ തകർത്തെറിയാൻ കഴിയില്ല. ഭക്തരെ, പിന്നിട്ട വഴികളിലെ അനുഭവങ്ങളും പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷകളുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകുന്നത്. ഭക്തരെ, സ്വന്തം തെറ്റുകളെ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്കതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരുണ്ടാകും. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഭക്തരെ, വാക്കുകളിൽ നൽകുന്ന സ്നേഹത്തെക്കാളും പ്രവൃത്തികളിൽ നൽകുന്ന സ്നേഹത്തെ വിശ്വസിക്കുക. ഭക്തരെ, നിങ്ങളെ തളർത്തുന്നവരും വളർത്തുന്നവരും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ അത് നിങ്ങൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും. താഴ്ന്നു കൊടുക്കുക നിങ്ങളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ. എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കണം. ഭക്തരെ, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കും എന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഭക്തരെ, സന്തോഷത്തിൻ്റെ രഹസ്യം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ രഹസ്യം ധൈര്യവും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.